പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 20-21 അധ്യായങ്ങൾ ധ്യാന പഠന വിഷയമാക്കാം. 21, 37, 38 വാക്യങ്ങൾ 20-21 അധ്യായങ്ങളുടെ ഉപസംഹാരമായിട്ട് നമുക്ക് കാണാം. ഇതുവരെ യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇനി അവിടുത്തെ ശുശ്രൂഷ ജെറുസലേമിലാണ്. ദേവാലയം ശുദ്ധീകരിച്ചുകൊണ്ട് അവിടുന്ന് ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രി അവിടുന്ന് ഒലിവ് മലയിൽ പോയി വിശ്രമിച്ചു. യേശുവിന് വിശ്രമം പിതാവിനോടൊത്തുള്ള പ്രാർത്ഥനയായിരുന്നു. പകൽ മുഴുവൻ ജനത്തെ പഠിപ്പിക്കുകയും രക്ഷയുടെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും തന്റെ പ്രവൃത്തികളും പ്രബോധനങ്ങളും കൊണ്ട് അവരെ പ്രബുദ്ധരാക്കുകയും ചെയ്തു. 20-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കാം. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോട് കൂടെ അവന്റെ അടുത്തു വന്നു. അവർ അവനോട് പറഞ്ഞു, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? യേശു ദേവാലയം ശുദ്ധീകരിച്ചതും അവിടെ ചെയ്ത പ്രവൃത്തികളും ഒക്കെ കണ്ടിട്ട് എന്ത് അധികാരത്താലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. യേശുവിന്റെ അധികാരത്തെയും ആധികാരികതയെയും അവർ ചോദ്യം ചെയ്യുകയാണ്. യേശു ഒരു മറു ചോദ്യം അവരോട് ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്തത്. ഒരു ചോദ്യത്തിന് മറു ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രതിയോഗിയെ ഉത്തരം മുട്ടിപ്പിക്കുന്ന രീതി. യേശു അവരോട്, ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുന്നു. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് യേശു അവരോട് ചോദിച്ചു. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ ജനങ്ങള് തങ്ങളെ കല്ലെറിയുമെന്ന് യഹൂദ പ്രമാണികള് വിചാരിച്ചു. കാരണം ജനങ്ങൾ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു. യേശു വളരെ പൂർണ്ണ ബുദ്ധിയോടെയാണ് അവരോട് ഈ ചോദ്യം ചോദിച്ചത്. അവരും കൗശലപൂർവ്വം പ്രതികരിക്കുകയാണ്. അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്നാൽ എന്ത് അധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. 20:9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു കൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മറ്റൊരു കൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മൂന്നാമതൊരുവനെ അയച്ചു. അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു. അപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുക? എന്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ ബഹുമാനിച്ചേക്കും. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശം, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാണ്. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? ദൈവത്തോട് ഇസ്രായേൽ മറുതലിച്ചിട്ടുള്ളതിന്റെ മുഴുവൻ ചരിത്രം ഈ ഉപമയിലുണ്ട്. യേശു പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം പ്രവാചകന്മാരോട് പ്രതികരിച്ചതും സ്നാപക യോഹന്നാനോട് പ്രതികരിച്ചത് ഇനിയും യേശുവിനോട് പ്രതികരിക്കാൻ ഇരിക്കുന്നത് യേശു നന്നായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അത് നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യേശു പറഞ്ഞത്. തോട്ട ഉടമസ്ഥൻ ദൈവമാണ്. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അതായത് ക്രൂശിതനും ഉത്ഥിതനുമായ യേശുവിനെ മൂലക്കല്ലാക്കി ദൈവം ഇസ്രായേൽ ജനത്തെ പുനരുദ്ധരിച്ചു. അവിടുന്ന് സകലർക്കും രക്ഷയുടെ
മൂലക്കല്ലായി തീർന്നു. അപ്പോസ്തല പ്രവർത്തനം 4:11 ലൂക്ക ഇതെടുത്ത് പറയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യര് ദൈവിക പദ്ധതിയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചേക്കാം, പക്ഷേ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്ത് അവർക്ക് വിജയം വരിക്കാൻ സാധിക്കില്ല. 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും. ആ കല്ല് ആരുടെ മേൽ വന്ന് പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. ദൈവിക പദ്ധതി തിരസ്കരിക്കുന്നവർക്ക് ഈ മൂലക്കല്ല് വിനാശത്തിന് കാരണമാണ്. 19-ാം വാക്യത്തിൽ പറയുന്നു, തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ യേശു പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഒക്കെ മനസ്സിലാക്കി. അവിടുത്തെ പദ്ധതി അവിടുന്ന് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. തന്റെ പുത്രനെ രക്ഷയുടെ ശിലയാക്കും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ദൈവം മൂലക്കല്ലാക്കി മാറ്റും. ഈ ഉപമ തങ്ങൾക്കെതിരായിട്ടാണ് പറയുന്നതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. 20 മുതലുള്ള വാക്യങ്ങൾ. അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ ജനങ്ങളെ ഭയപ്പെട്ടു. അതിനാൽ ചാരന്മാരെ അയച്ച് അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. ഈ ദുരുദ്ദേശത്തോടെ ചാരന്മാരെ യേശുവിന്റെ പക്കലേക്ക് അയച്ചു. അവര് വലിയ മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് യേശുവിനെ സമീപിച്ചു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. അവര് മുഖസ്തുതി പറഞ്ഞെങ്കിലും അത് സത്യമാണ്. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? യഹൂദരുടെ ഇടയിൽ റോമിന്റെ ഭരണത്തിൻ കീഴിലായിരിക്കുന്ന ജനം റോമിന് അല്ലെങ്കിൽ സീസറിന് നികുതി കൊടുക്കുന്നത് ഉചിതമാണോ? നികുതി കൊടുക്കുന്നതിന് അനുകൂലിക്കുന്നവരുമുണ്ട്, അനുകൂലിക്കാത്ത തീവ്രവാദികളെ പോലെയുള്ളവരുമുണ്ട്. യേശുവിന്റെ അഭിപ്രായം അറിയുവാൻ വരുന്നത് പോലെ അവർ വരികയാണ്. യേശു അവരുടെ കൗശലം മനസ്സിലാക്കി. അവരുടെ കൗശലം എന്തായിരുന്നു? നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ, നികുതി കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ സീസറിനെതിരായിട്ട് യേശു പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ വാക്കിൽ കൊടുക്കാം. നികുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദരുടെ ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇവൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് യേശുവിനെ കൊടുക്കാം. ഒന്നുകിൽ യഹൂദർക്കെതിരെ അല്ലെങ്കിൽ സീസറിനെതിരെ. അവരുടെ കൗശലം മനസ്സിലാക്കി അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദനാറ എന്നെ കാണിക്കുകയും ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്. അവരെ കൊണ്ട് തന്നെ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയിപ്പിക്കുന്നു. സീസറിൻ്റെതെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. യഹൂദ നേതൃത്വത്തിന് വ്യക്തമായ ഒരു ആഹ്വാനം കൊടുക്കുകയാണ്. രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വവും കടമയും നിറവേറ്റണം. തീർച്ചയായിട്ടും വേണം. പക്ഷേ രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ദൈവത്തോടുള്ള കടമയ്ക്ക് പകരമല്ല. മാത്രമല്ല, രാഷ്ട്രത്തോടുള്ള കടമ നിർവഹിക്കുക വഴി ദൈവത്തോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നിന്ന് നാം സ്വതന്ത്രരാകുന്നുമില്ല. വി കനോട്ട് റീപ്ലേസ് our responsibility towards God with our responsibility to the nation. ദൈവത്തോടുള്ള ചുമതല തീർച്ചയായും നിറവേറ്റണം. അതുവഴി യഹൂദർക്ക് വ്യക്തമായ ബോധ്യം കൊടുക്കുകയാണ്, ദൈവത്തോടുള്ള കടമ നിറവേറ്റാൻ മറക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. അതിന് പകരമാകുകയില്ല രാഷ്ട്രീയ നേതാക്കന്മാരോടുള്ള നമ്മുടെ കടമകൾ. യേശുവിനെ കൊടുക്കാൻ നോക്കിയവർ ഉത്തരം മുട്ടിപ്പോയി. 20-27 മുതലുള്ള വാക്യങ്ങൾ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിവാദവുമായി വരികയാണ്. സദുക്കായ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ
ഈ സദുക്കായര് ഇവിടെ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നത്. സദുക്കായർ പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്തവരാണ്. യഹൂദ വിഭാഗത്തിൽ പരിസേരും നിയമജ്ഞരും പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ സദുക്കായർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. സദുക്കായർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവള വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും, അങ്ങനെ ഈ സഹോദരന്മാർ 7 പേര് അവളെ വിവാഹം കഴിച്ചു. ഈ 7ാമൻ മക്കളില്ലാതെ മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരുന്നു? പുനരുത്ഥാനത്തെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? പലപ്പോഴും സത്യം അറിയാതെ വാദിക്കുന്നവരുണ്ട്. യേശു അവരോട് പറഞ്ഞു, സദുക്കായരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പുനരുത്ഥാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരായിരിക്കും. അവർ ദൈവദൂതന്മാർക്ക് തുല്യരായ ദൈവമക്കളാണ്. ആകയാൽ അവർക്കിനി മരിക്കാനും സാധിക്കുകയില്ല. മോശ പോലും മുൾപ്പടപ്പിൽ വെച്ച് കർത്താവിനെ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസ്ഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർത്തുമെന്ന് കാണിച്ചു. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. നിയമജ്ഞരിൽ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. സദുക്കായർ പറഞ്ഞ ആരോപണത്തെ അത് തെറ്റാണെന്ന് തെളിയിച്ചത് വഴി, പുനരുത്ഥാനം ഉണ്ടെന്ന് യേശു സ്ഥാപിക്കുക വഴി നിയമജ്ഞർക്കും ഫരിസേയർക്കും സന്തോഷമാണ്. അവരുടെ എതിരാളികളാണ് സദുക്കായര്. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവരാരും മുതിർന്നില്ല. യേശുവിനെ പരിഹസിച്ചുകൊണ്ട് വന്നവര് പരിഹാസിതരായി ഇളിഭ്യരായി മടങ്ങിപ്പോകേണ്ടി വന്നു. 20:41 മുതലുള്ള വാക്യങ്ങൾ. തന്നെ ചോദ്യത്തിൽ കൊടുക്കാൻ വന്നവരോട് യേശു അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? യഹൂദർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദാവീദിന്റെ പുത്രനായ ക്രിസ്തു വരുമെന്ന്. പക്ഷെ യേശുവിനെ ക്രിസ്തുവായിട്ട് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അടുത്തേക്ക് ചോദിക്കുകയാണ്, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും? ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകും? കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം, എന്റെ കർത്താവ് എന്ന് പറയുന്നത് ക്രിസ്തു. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. ദൈവം ക്രിസ്തുവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക. അപ്പൊ ഇവിടെയും അവരുടെ അജ്ഞത, വിഡ്ഢിത്തം വ്യക്തമാക്കുകയാണ്. തുടർന്ന് 45 മുതലുള്ള വാക്യങ്ങളിൽ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപട ജീവിതത്തെ കുറിച്ച് യേശു പൊതുവായി എടുത്തു പറയുന്നു. സകല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു, നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യും. അവരെങ്ങനെയാണ് വിധവയുടെ ഭവനം വിഴുങ്ങുന്നത്? വിധവകളുടെ മേൽ ദശാംശം കൊടുക്കുന്നതിന്റെ പേരിലോ ദേവാലയത്തിനോ പുരോഹിതന്മാർക്കോ കൊടുക്കേണ്ടതിന്റെ പേരിലോ അവർ വിധവകളുടെ സ്വത്ത് ചൂഷണം ചെയ്തിരുന്നു. കർത്താവ് പറയുന്നു, അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിക്കും. 21-ാം അധ്യായം അത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനിക ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. എന്തെന്നാൽ
അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. സമ്പന്നർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഈ വിധവയുടെ കാണിക്ക പോലെ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കണം. നമുക്കുള്ളതും നമ്മെ തന്നെ. നമ്മുടെ സമ്പത്തിന്റെ ഓഹരി ദൈവത്തിന് കൊടുക്കുന്നതല്ല സമർപ്പണം. ഈ വിധവയുടെ ചില്ലിക്കാശ് പോലെ സമ്പൂർണമായി കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കണം. 21-ാം അധ്യായം 5 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ യുഗാന്ത്യോന്മുഖ പ്രഭാഷണമാണ്. ഈ യുഗാന്ത്യ പ്രഭാഷണത്തിൽ യേശു യുഗാന്ത്യത്തിന്റെ അടയാളങ്ങൾ എടുത്തു കാട്ടുകയാണ്. യുഗാന്തം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രം അതിന്റെ ദൈവനിശ്ചിത ലക്ഷ്യത്തിലെത്തുന്നു എന്നതാണ്. ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ സഭയിലൂടെ യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിലൂടെ ലോകത്തെ ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യം എന്ന് പറയുന്ന ശൈലി അർത്ഥം മനസ്സിലാക്കാതെ ഇന്ന് പലരും മനസ്സിലാക്കുന്നത്. യുഗാന്ത്യത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിക്കുക. God is guiding the universe towards its eschatological fulfillment. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയ പ്രഭാഷണങ്ങൾ ഇടയ്ക്കിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ലൂക്ക ദീർഘമായ ഒരു വിശദീകരണം നൽകുന്നു. എന്തൊക്കെയാണ് യുഗാന്ത്യത്തിന്റെ അടയാളങ്ങൾ? ഇത് അടയാളങ്ങളാണ്, യുഗാന്ത്യമല്ല. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. ഒരടയാളം. 7 മുതലുള്ള വാക്യങ്ങൾ. അവർ ചോദിച്ചു, ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിന്റെ അടയാളം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുന്നു. പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും. പലരും വരും യേശുവിന്റെ നാമത്തിൽ. അവസാനം അടുത്തു എന്നും പറയും. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. യുഗാന്ത്യം ആയിട്ടില്ല. ദൈവത്തിന്റെ ലക്ഷ്യം പൂർത്തീകരണം എത്തിയില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും സംഭവിക്കും. ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യും. ശിഷ്യരെ പിടികൂടി പീഡിപ്പിക്കും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. നിങ്ങൾ ഭയപ്പെടണ്ട. പക്ഷെ നിങ്ങൾ ഇതെല്ലാം സാക്ഷ്യത്തിനുള്ള അവസരമാക്കിയെടുക്കണമെന്ന്. പീഡനങ്ങൾക്ക് നമ്മൾ വിധേയരാകുമ്പോൾ അത് സാക്ഷ്യത്തിനുള്ള അവസരമായി കരുതിക്കൊള്ളാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല. ദൈവം നമുക്കുത്തരം നൽകുന്നു. കർത്താവ് പറയാ, നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയില പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. കർത്താവിനെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് നേടുമെന്ന് കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം യുഗാന്ത്യത്തിന്റെ അടയാളങ്ങളാണ്. ദൈവം ചരിത്രത്തെ തന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഇതെല്ലാം. 20 മുതലുള്ള വാക്യങ്ങൾ. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു. ഇത് വേറൊരടയാളം. ജെറുസലേമിന്റെ തന്നെ പതനം.
അത് കാണുമ്പോൾ ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിന്റെ മേൽ വലിയ ക്രോധവും നിവധിക്കും. അവർ വാളിന്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും എന്ന് പറയുമ്പോൾ സകല വിജാതീയരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നത് വരെ ആണ് ഈ ജെറുസലേമിനെ ചവിട്ടി മെതിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധരെല്ലാരും കൂടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എത്ര നാൾ തുടരും? അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ രക്തസാക്ഷികളുടെ എണ്ണം തികയുന്നത് വരെ എന്ന് പറഞ്ഞാൽ ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി, സകലരെയും കർത്താവിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അനേകം രക്തസാക്ഷികളുടെ സഹനം ആവശ്യമാണ്. അത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെക്കാനാണ് 25 മുതലുള്ള വാക്യങ്ങൾ. ഇതും അടയാളങ്ങളാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമം ഉളവാക്കി. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശ ശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇതാണ് അവസാനത്തെ അടയാളം. ഈ മേഘങ്ങളിൽ വരുന്നത് കാണുമെന്ന് പറയുമ്പോൾ മേഘം എന്ന് പറയുന്ന ദൈവത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാനമേഘങ്ങളിൽ വരുന്നത് അവൻ മഹത്വപൂർണനായി വരും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സമീപത്തെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനം സുനിശ്ചിതമാണെന്ന്. പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. അത് വ്യക്തമാക്കാൻ തുടർന്ന് 34, 35 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. തിന്മയിൽ അകപ്പെട്ട് ഒരുക്കമില്ലാതെ ആ ദിവസം വന്നു ചേരാൻ ഇടയാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവധിക്കും. സംഭവിക്കാൻ ഇരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. ജാഗ്രതയോടെ കാത്തിരിക്കണം. അവിടുന്ന് മഹത്വപൂർണനായി വരുമ്പോൾ അവിടത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭാഗ്യം കിട്ടണം. അവിടത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ഇവിടെ യേശുവിന്റെ യുഗാന്ത്യ പ്രഭാഷണം അവസാനിക്കുന്നു. 37, 38 വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. 20, 21 അധ്യായങ്ങളിൽ നൽകിയ ഈ പ്രബോധനങ്ങൾ എല്ലാം മനസ്സിലാക്കി ജെറുസലേമിലേക്കുള്ള യാത്രയും ജെറുസലേമിലെ യേശുവിന്റെ ശുശ്രൂഷകളും പ്രബോധനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് യുഗാന്ത്യത്തെ ലക്ഷ്യമാക്കി മുന്നേറാം. യേശുവിന്റെ യുഗാന്ത്യ പ്രഭാഷണം നമ്മെ പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. എന്താണ്? ചരിത്രത്തെ ദൈവം അതിന്റെ നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനത്തോടെ യുഗാന്ത്യം സംഭവിക്കുകയാണ്. ഈ ദൈവനിശ്ചിത ലക്ഷ്യം ലോകത്തെ ഒരുക്കാൻ, ജനത്തെ ഒരുക്കാൻ സഭയ്ക്ക് കടമയുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഈ ദിവ്യ പ്രബോധനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദൗത്യബോധം ഉണരുന്നില്ലേ? യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടോടുകൂടെ ദൈവജനത്തെ നയിക്കാനും യുഗാന്ത്യ പൂർത്തീകരണത്തിലേക്ക് സകലരെയും നയിക്കാനും അങ്ങനെ കർത്താവിന്റെ
മഹത്വപൂർണമായ പുനരാഗമനം. ഇത് വേഗമാകാൻ വേണ്ടി ദൈവജനത്തെ ഒരുക്കി പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ നമുക്ക് കടമയുണ്ട്. സഭയുടെ അതിപ്രധാനമായ ഒരു കർമ്മമാണ് ഇത്. മനുഷ്യപുത്രന്റെ ആഗമനം എത്രയും വേഗം സംഭവിക്കണം. അതിനുവേണ്ടി ലോകത്തെ നാം ഒരുക്കണം. അതിനായി ഇന്നൊരു നവസുവിശേഷവൽക്കരണം അനിവാര്യമാണ്. കർത്താവ് യുഗാന്ത്യം ഇതുവരെ നീട്ടിവെച്ചത് ദൈവത്തിന്റെ കരുണയാണ്. കാരണം മാനസാന്തരപ്പെടാൻ അവസരം തരാൻ, നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരം തരാൻ. അപ്പൊ സഭയുടെ ധർമ്മം എന്താണ്? കർത്താവിന്റെ ആഗമനം പെട്ടെന്നാകാൻ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ, പ്രാർത്ഥിച്ചു കാത്തിരിക്കാൻ സഭ എന്ത് ചെയ്യണം? എല്ലാവരെയും മാനസാന്തരത്തിന്റെ മാർഗത്തിലൂടെ ദൈവരാജ്യ പ്രവേശനത്തിലേക്കും ദൈവൈക്യത്തിലേക്കും നയിക്കണം. അങ്ങനെ കർത്താവിന്റെ മഹത്വപൂർണമായ ആഗമനം വേഗമാക്കുവാൻ നമുക്ക് സാധിക്കും. അതിനായി നവചൈതന്യത്തോടെ, തീഷ്ണതയോടെ ലോകത്തെ പുതുതായി നവചൈതന്യത്തോടെ സുവിശേഷവൽക്കരിച്ച് രൂപാന്തരീകരിച്ച് നമ്മുടെ കർത്താവിന്റെ മഹത്വപൂർണമായ ആഗമനത്തിന് വഴിയൊരുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം തന്റെ കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ, നമ്മെ തന്റെ കരങ്ങളിലെ ഉപകരണങ്ങളാക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ.